പല പേഷ്യൻസിനും അറിയില്ല എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മളിത് അറിയില്ല. ഇനി പക്ഷേ വേറൊരു സംഗതിയുണ്ട്, ഈ ഫാറ്റി ലിവർ ഉള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും, ചില സിഗ്നലുകൾ ബോഡി കാണിക്കും. അത് പലപ്പോഴും നമ്മൾ പരിഗണിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫാറ്റ് ലിവർ ഉള്ള അല്ലെങ്കിൽ ലിവറിൽ ഫാറ്റ് വരുന്നൊരവസ്ഥ, കൂടിപ്പോകുന്ന അവസ്ഥ, ലിവർ എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരീരം ചില സിഗ്നലുകൾ കാണിക്കും. ആ സിഗ്നലുകൾ ഏതൊക്കെയാണ്, നമുക്കതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഫാറ്റ് ലിവറുള്ള ആളുകൾക്ക് മരുന്ന് കഴിക്കാതെ തന്നെ എങ്ങനെ നമുക്കത് നോർമലൈസ് ചെയ്യാൻ പറ്റും, ഏത് സമയത്ത് നമ്മൾ മരുന്ന് കഴിക്കണം, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നിവിടെ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, താമരശ്ശേരി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഈവൻ നമ്മൾ മദ്യം പോലും കഴിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ മരണപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ഫാറ്റി ലിവറാണ് അല്ലെങ്കിൽ ലിവർ സിറോസിസ് സംഭവിച്ചാണ്, ലിവർ ഡാമേജ്ഡ് ആയിട്ട് മരണപ്പെടുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ, പല ആളുകളും തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജിലൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സിറോസിസ് സംഭവിക്കുന്ന സമയത്താണ്, അങ്ങേയറ്റം ഡാമേജ്ഡ് ആയി കഴിയുന്ന സമയത്താണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫാറ്റി ലിവർ ഉള്ളത് പോലും മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ആവണത്, കാരണം ആ ഒരു സമയം വരെ ശരീരം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമുക്ക് വേദനയോ മറ്റു ബുദ്ധിമുട്ടോ നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചില സിഗ്നലുകൾ നമ്മുടെ ബോഡി കാണിക്കും എന്നുള്ളതാണ്. ഈ ഫാറ്റി ലിവർ ഉണ്ടാകാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിവറിൻ്റെ ഒരു പ്രോപ്പർ ഫങ്ഷനിങ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനിങ് ആണ് എന്ത്, ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ജീവിതശൈലി പ്രോപ്പറായിരിക്കില്ല, നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് സ്ട്രെസ്സ് കൂടുതലാണ്, അങ്ങനെ പല തരത്തിലുള്ള അസ്വസ്ഥതകൾ എന്താ സംഭവിക്കുന്നത് അറിയോ, ലിവർ എക്സസ് ആയിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും, കൂടുതലായിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവറിലുള്ള കോശങ്ങളിൽ പോലും ഫാറ്റ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കോശങ്ങളൊക്കെ നശിച്ചു പോകും, അവിടെ സ്കാറ് സംഭവിക്കും, ഫൈബ്രോസ് സംഭവിക്കും, പിന്നെ ഒരു കംപ്ലീറ്റ് ഡാമേജ് ആകാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ അത് തുടക്കത്തിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ഈ ഒരു സിഗ്നലൊന്നും കാണിക്കില്ല എന്നുള്ളതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പൊതുവേ ടെസ്റ്റ് ചെയ്യും അല്ല, LFT നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ എന്തായിരിക്കും, നോർമലായിരിക്കും. നമ്മളിത് എപ്പോഴാണ് കണ്ടെത്തുക, ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സിവിയാരിറ്റിയിലേക്ക് എത്തിയാൽ നമ്മൾ അന്വേഷിച്ച് പോകും, ടെസ്റ്റ് ചെയ്ത് നോക്കും, അപ്പോൾ ആയിട്ടുണ്ടാവും, ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി അതല്ല, ചിലപ്പോൾ നമ്മൾ PCOD റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ട് കേട്ടോ, സെക്കൻഡ് സ്റ്റേജാണ്, തേർഡ് സ്റ്റേജാണ് പ്രശ്നമാണെന്നുള്ളത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡയഗ്നോസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡി അല്ലെങ്കിൽ ലിവർ ചില സിഗ്നൽസുകൾ കാണിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ട് കേട്ടോ, ഫാറ്റി ലിവർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ സിഗ്നൽ കാണിക്കും. ഈ സിഗ്നലുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ, നമ്മൾ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് പഴയൊരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, അതിൽ സംശയമൊന്നുമില്ല എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള സിഗ്നൽ ക്ഷീണം വരിക, പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, നല്ല രീതിയിൽ ഉറക്കം ലഭിക്കുന്നുണ്ട്, പിന്നെ വലിയ ടെൻഷനോ കാര്യങ്ങളായിട്ടോ അങ്ങനെ ഒന്നും ഇല്ലേനും, പക്ഷേ ക്ഷീണം, നല്ല ക്ഷീണം, ഒരു എനർജി ഇല്ല, ഒരു എപ്പോഴും ഒരു ഇരിക്കണം, ഒരു ഉറക്കം തൂങ്ങിയിട്ട് ഒരു എനർജി ഇല്ലാത്ത കണ്ടീഷൻ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കണം ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ഒരു മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ബോഡിയിലൊക്കെ നല്ല ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അതിന് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, LFT ചെക്ക് ചെയ്ത് പോവുക, കൊളസ്ട്രോളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ ആളുകൾക്ക് നല്ല രീതിയിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അതേപോലെ ഫാറ്റി ലിവറുള്ള ആളുകൾക്കും കണ്ടുവരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ നല്ല ക്ഷീണമുണ്ട്, അതായത് നമ്മുടെ ലിവർ ഭക്ഷണം ദഹിപ്പിക്കാനും ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷനും പിന്നെ പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഒരു മെറ്റബോളിസം അവിടെ ലിവർ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് നമ്മുടെ എനർജി സോഴ്സിനെ നല്ലോണം ഡാമേജ്ഡ് ആക്കും, എനർജി നല്ല വീക്കായിട്ട് പോകും, ക്ഷീണം നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുക, LFT ചെക്ക് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്, നേരത്തെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത് ബോഡി സിഗ്നൽ തരുന്നത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ബ്ലോട്ടിങ് നല്ലോണം വരിക, വയറ് വീർക്കുന്നത് പോലെ തോന്നുക, വിശപ്പ് കുറയുക എന്നുള്ളത്. അതായത് അവിടെ അങ്ങനെ സംഭവിക്കാൻ വേറെ ഒന്നുമില്ല, കാരണം ഫാറ്റിൻ്റെ ഒരു പ്രോപ്പർ ഡൈജഷൻ നടക്കില്ല. എസ്പെഷ്യലി നമ്മൾ എന്തെങ്കിലും ബിരിയാണിയോ അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ഈ ഒരു പ്രശ്നം നല്ലോണം ഉണ്ടാകും എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ്. വരുന്നല്ല, സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഫാറ്റ് മെറ്റബോളിസം പ്രോപ്പറായിട്ട് അവിടെ നടക്കാത്തത് കൊണ്ട്, ലിവറിന് കുറച്ച് സ്ട്രെസ്സ് അവിടെ ഉള്ളത് കൊണ്ട്, പറഞ്ഞതുപോലെ പ്രോപ്പർ ദഹനം നടക്കില്ല. അത് അസോസിയേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാത്ത വിശപ്പുണ്ടായിരിക്കും, വിശപ്പ് കുറവായിരിക്കും, വയറ് വീർത്തതുപോലെ തോന്നുക, ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ബ്ലോട്ടിംഗ് ഉള്ളതുപോലൊക്കെ അവസ്ഥകൾ എന്ത് ചെയ്യും, ദഹന സംബന്ധമായ പ്രയാസങ്ങൾ നല്ല രീതിയിൽ കാണുന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനാണ്, രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് വായിൽ ചിലപ്പോൾ ചെറിയ പുളിപ്പ് വരും. പുളിപ്പ് വരാൻ ഒരു ബിറ്റർനെസ്, ഒരു കയ്പ്പ് പോലെയൊക്കെ അനുഭവപ്പെടും. കയ്പ്പ് വരാൻ പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ ചില ആളുകൾക്ക് പുളിച്ചത കെട്ടൽ, ഗ്യാസ്, ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് പുളിച്ചകെട്ടൽ വരും. അതേപോലെ തന്നെ നല്ല പനിയുള്ള ആളുകൾ, ഇൻറ്റേർണൽ ഫീവറുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഭക്ഷണത്തോട് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല, വായിലൊക്കെ ഒരു കയ്പ്പ് രുചി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പല റീസൺ കൊണ്ടുണ്ടായിരിക്കും. എന്നതുപോലെ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് ചില ആളുകളിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടാണ്. കാരണം എസ്പെഷ്യലി ഒരു കോൾ ബ്ലാഡറിൻ്റെ പിത്തസഞ്ചിയുടെ പ്രവർത്തനം പ്രോപ്പറായി നടക്കില്ല, ബൈലിൻ്റെ സെക്രേഷൻ പ്രോപ്പറായി നടക്കുന്നില്ല, ലിവറൊക്കെ ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും, ചില ആളുകളിൽ ഒരു കയ്പ്പ് രുചി ബോഡിയിലേക്ക് നല്ലോണം വരും, വായിൽ നല്ലോണം വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാധ്യത നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. കുറച്ച് വയറൊക്കെ ചാടിയിട്ട് കുറച്ച് ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അൾട്രാസൗണ്ട് ചെയ്യുക, LFT ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എത്രത്തോളം ഡാമേജ് ഉണ്ട്, എന്തെങ്കിലും സ്കാറോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തൽ വളരെ നല്ലതാണ്. അതൊരു ബോഡി കാണിക്കുന്ന ഒരു സിഗ്നലാണ്, ഒരു അടയാളമാണ്. എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മളത് എന്ത് ചെയ്യുക, ഒന്ന് പരിഗണിക്കണം കേട്ടോ എന്ന് ബോഡി കാണിക്കുന്ന ഒരു സിഗ്നലാണ് ഈ ഒരു കയ്പ്പ് രുചി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ പരിഗണിക്കുന്ന സംഗതിയാണ് നമ്മുടെ വയറിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ട്, വാരിയലുണ്ടല്ലോ, വലത്തെ ഭാഗത്ത് ഈ ഒരു വാരിയൽ, ഈ വാരിയലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കനം, ഒരു ഹെവിനെസ്, പിന്നെ ചില സമയങ്ങളിൽ ഒരു പിടുത്തം പോലെ ഒരു ചെറിയൊരു വേദനയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾക്ക് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടൊന്ന് എണീക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ, കുറച്ച് തടിയൊക്കെയുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം, ഫാറ്റി ലിവർ ഒന്ന് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ അൾട്രാസൗണ്ട് ഈ സ്കാൻ ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ. കാരണം പലപ്പോഴും നമുക്ക് ഈ LFT ചെക്ക് ചെയ്താൽ പ്രോപ്പറായിട്ട് കിട്ടില്ല. അത് നല്ലോണം ഡാമേജ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലിവർ എൻസൈമിനൊക്കെ അത് ബാധിക്കുള്ളൂ. അതേസമയം ഇയർലി സ്റ്റേജിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒരു ഹെവിനെസ്, ഒരു കനം, ഒരു കൺജഷനൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ലിവറിൻ്റെ ഒരു പൊസിഷൻ അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു പ്രയാസം കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ആക്കിയിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാമെന്നുള്ളതാണ്. അതിനൊക്കെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും വിട്ടു പോകണതാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ, ബെല്ലി ഫാറ്റ് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് നല്ല ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വായിൽ കയ്പ്പ് രുചി വരിക, അതുപോലെ ഈ ഒരു ഭാഗത്ത് വേദന, ഒരു കനം, ഒരു ഹെവിനെസ് വരിക, അതുപോലെ തന്നെയാണ് ഈ ദഹന സംബന്ധമായ പ്രയാസങ്ങൾ, ബ്ലോട്ടിങ്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ലോണം വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നല്ല ക്ഷീണം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ എന്താണ്, ലിവറിന് കുറച്ച് പ്രശ്നം ഉണ്ട് കേട്ടോ, എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, ലിവറിൻ്റെ കാര്യങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് ബോഡി കാണിക്കുന്ന ചില സിഗ്നലുകളാണ്. ലിവർ സ്ട്രെസ് കണ്ടീഷനിലാണ് പോകുന്നത് എന്ന് ബോഡി കാണിക്കുന്ന സിഗ്നലാണ്. ആ സിഗ്നലുകൾ നമ്മൾ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്നുകിൽ നമ്മൾ LFT ചെയ്യണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങൾ ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് ഏത് സ്റ്റേജാണ്, ഫസ്റ്റ് സ്റ്റേജാണ്, സെക്കൻഡ് സ്റ്റേജാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകൾ എടുത്ത് നോക്കുക, ഇവരെല്ലാവരും മെഡിസിൻ കഴിക്കുന്നുണ്ടായിരിക്കും, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ഫാറ്റ് കുറയ്ക്കാൻ, ഫാറ്റി ലിവർ കുറയ്ക്കാൻ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക, സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഫാറ്റി ലിവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജീവിത ശൈലി ക്രമീകരിച്ചാൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ആ പേഷ്യൻറ്റിന് ബോധമാണ് കേട്ടോ, എനിക്ക് ഫാറ്റി ലിവർ കുറക്കണം, ഞാൻ ഇനി മുതൽ എൻ്റെ ഭക്ഷണത്തിലും എൻ്റെ ജീവിത ചുറ്റുപാടുകളിലും നല്ല മാറ്റം വരുത്തുമെന്ന് ഉറപ്പുണ്ടോ, നിങ്ങൾക്ക് 100% തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫാറ്റി ലിവർ കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്, ലിവർ പ്രശ്നത്തിലായിട്ടുണ്ട്, സ്കാറ് വന്നിട്ടുണ്ട്, സിറോസിസ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണം. കാരണം ലിവർ അത്രത്തോളം ഡാമേജിനും സ്ട്രെസ്ഡ് കണ്ടീഷനാണ്. അപ്പോൾ അതിന് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ്, മെഡിസിൻസും സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി ഫാറ്റി ലിവർ ഫസ്റ്റ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഫാറ്റ് കുറച്ച് കൂടി വരുന്നൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. രണ്ടാമത് ഈ റിഫൈൻഡ് പാക്ക്ഡ് ഫുഡുകൾ, മധുരം കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം പലപ്പോഴും പല ആളുകളിലും ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള റീസൺ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ, അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്ന ശീലങ്ങൾ ഇത് തന്നെയാണ്. കാരണം നമ്മൾ
നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള കലോറി നമ്മൾ കഴിച്ചാൽ എന്ത് ചെയ്യും, ഈ ബോഡി ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കൽ, ഈ എനർജിയൊക്കെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളുടെ ഒരു 24 മണിക്കൂർ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 1000 ജൂളൊക്കെ എനർജി വേണമെന്ന് പറയാം. ഒരു 1000 എനർജി വേണം. പക്ഷേ അയാൾ ഭക്ഷണത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 1500 ജൂള് കഴിക്കുന്നുണ്ട്. അപ്പോൾ 1000 ആവശ്യമുള്ളൂ, 1000 നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഇതിൻ്റെ സംഭവിക്കുക, 500 അവിടെ എക്സസ് ആയിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതെങ്ങനെ സ്റ്റോർ ചെയ്യുക, ഈ ഫാറ്റായിട്ടാണ് സ്റ്റോർ ചെയ്യൽ. അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ് നല്ലോണം കുറക്കുക, മധുരം ഒഴിവാക്കുക, ഓയിൽ ഒഴിവാക്കുക, ബേക്കറി ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക, നിർബന്ധമായിട്ട് നമ്മളത് പരിഗണിക്കുന്നുള്ളതാണ്. അതേപോലെ സ്ട്രെസ്സ് നല്ലോണം ശ്രദ്ധിക്കണം. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ബോഡിയിൽ കൂടും. ഈ കോർട്ടിസോളിൻ്റെ പ്രത്യേകത എന്താ അറിയുക, ഫാറ്റ് പെട്ടെന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അത് നല്ല രീതിയിൽ നിന്ന് ആളുകൾ പ്രയാസപ്പെടുത്തുക. ചിലപ്പോൾ നമ്മൾ കുറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുള്ളൂ, മധുരമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ കോർട്ടിസോള് ഡിപ്രഷൻ വന്നിട്ട്, സ്ട്രെസ്സ് കൂടിയിട്ട്, ആങ്സൈറ്റി കൂടിയിട്ട് ഈ പറഞ്ഞ പ്രശ്നം കാരണം എന്ത് ചെയ്യും, ഫാറ്റി ലിവർ നല്ല രീതിയിൽ വരും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സ്ലീപ്പ്, ഉറക്കം നല്ല നിർബന്ധമായിട്ട് വേണം. പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാത്ത ആളുകൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ ദഹനത്തെ ബാധിക്കുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വരും. പെട്ടെന്ന് എന്ത് ചെയ്യും, ഫാറ്റി ലിവറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും. ഉറക്കം ദിവസം ഒരു 7 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നിന്ന് പല ആളുകളും എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, കോളകൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ നല്ലോണം കഴിക്കും. അതിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, അതിൽ വളരെയധികം ഹൈ ഷുഗറാണ്, ഹൈ കലോറി വാല്യൂ ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വേറെ പോയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുക, അല്ലെങ്കിൽ എസിൽ ഭാഗത്ത് പോയി ഇരിക്കുക, പിന്നെ കൂടുതൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഷുഗർ കൂടെ അടിച്ച് കയറും, കൊളസ്ട്രോളും കൂടും, ഫാറ്റൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ പുറമെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും മിതമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രോട്ടീൻസും എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. അത് കഴിക്കുമ്പോഴേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോപ്പർ ആവുള്ളൂ, ദഹനം പ്രോപ്പർ ആവുള്ളൂ, നമുക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള കമ്പോണൻസ് ലഭിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ പല ആളുകളും എന്ത് ചെയ്യും, ഡയറ്റ് എടുക്കും, തീരെ പട്ടിണി കിടക്കുന്ന അവസ്ഥ വരിക. പട്ടിണി കിടക്കരുത്. നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ വീണ്ടും ബോഡി എന്ത് ചെയ്യുന്നുള്ളൂ, സർവൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ബോഡി വീണ്ടും സ്ട്രെസ്സിലേക്ക് പോകുന്നൊരവസ്ഥ വരില്ല. അതൊരിക്കലും ഉണ്ടായത്. ബോഡിക്ക് ഡെയിലി വേണ്ട കാര്യങ്ങൾ കിട്ടുകയും വേണം, നമുക്കിവിടെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റി ഇൻഫ്ലമേഷൻ നമ്മൾ ലിവറിന് കുറയ്ക്കുകയും വേണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബോഡിക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. പട്ടിണി കിടക്കരുത്. പട്ടിണി കിടന്നാൽ നല്ല രീതിയിൽ ഇത് പ്രശ്നങ്ങൾ കൂട്ടത്തേയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ലേറ്റായിട്ട് രാത്രി ഭക്ഷണം കഴിക്കരുത്. അപ്പോൾ ഇന്ന് പലപ്പോഴും നൈറ്റ് ലൈഫ് കൂടിയ ടൈമാണ്. പല ആളുകളും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്ന വിഷയമാണ്. അത് വലിയ പ്രശ്നം, വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. രാത്രിയിൽ നമ്മളുള്ള കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ കുറക്കുക. അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിലൊക്കെ ഒന്ന് പോയി വരിക. അതേസമയം തന്നെ ഹെവി ഫുഡ് രാത്രി വല്ലാണ്ട് കഴിക്കുകയും ചെയ്യരുത്. ഈ എസ്പെഷ്യലി മന്തി പോലെയുള്ള, മധുഹൂത്ത് പോലെയുള്ള, ബിരിയാണി പോലെയുള്ള ഹെവി ഫുഡുകൾ കഴിക്കുക. നമ്മുടെ ബോഡി ആണെങ്കിൽ റെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കാം കണ്ടീഷനിലേക്ക് ഉറങ്ങാൻ പോവാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഹെവി ഫുഡ് നമ്മൾ കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് ഫാറ്റായിട്ട് ബോഡി സ്റ്റോർ ചെയ്യും. ഒന്നാമത് ദഹനത്തൊക്കെ അത് ബാധിക്കും, ഡാമേജ് ആക്കും. അത് മാത്രമല്ല, ദഹിച്ച് കഴിഞ്ഞാൽ ആ എനർജി ഒന്നും യൂസ് ചെയ്യുന്നില്ല ആ സമയത്ത്, കാരണം നമ്മൾ ഉറങ്ങുക. അപ്പോൾ ആ എനർജിയൊക്കെ ഫാറ്റായിട്ടാണ് എന്തെങ്കിലും ബോഡി സ്റ്റോർ ചെയ്ത് വെക്കലെന്നുള്ള. എപ്പോഴും ശ്രദ്ധിക്കുക, രാത്രി നമ്മൾ നേരത്തെ ഒരു 7 മണി 8 മണിക്ക് ഡിന്നർ കഴിക്കുക, എന്നിട്ട് പിന്നെ ഒന്നും കഴിക്കരുത്. എന്നിട്ട് ഒരു പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണി 9 മണിക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു 12 മണിക്കൂറോളം 10-ലധികം മണിക്കൂറും സമയം എന്ത് ചെയ്യും, ഭക്ഷണം കഴിക്കാത്തൊരു സമയമുണ്ട്. ആ ഒരു സമയം നമ്മുടെ ഹീലിംഗ് ടൈമാണ്. നമ്മുടെ ബോഡി നല്ല കാമായിട്ട് ഇൻസുലിൻ സെക്രീഷൻസൊക്കെ എന്നൊരു പ്രോപ്പറായിട്ട് എല്ലാം അത് ബാലൻസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യരുത്, ഭക്ഷണം രാത്രി സമയത്ത് കഴിക്കരുത്. അത് നല്ല രീതിയിൽ ബാധിക്കും. ഷുഗർ പെട്ടെന്ന് വരും, കൊളസ്ട്രോൾ പെട്ടെന്ന് വരും, വയറ് ചാടും, ഫാറ്റി ലിവറൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതല്ലാതെ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും നിർബന്ധമായിട്ട് പരിഗണിക്കേണ്ടത് ഈ പറഞ്ഞ കണ്ടീഷനുകളാണ്. അല്ലാതെ നിങ്ങൾ എത്ര മെഡിസിൻ കഴിച്ചാലും നിങ്ങൾക്കത് കംപ്ലീറ്റ് മാറി കിട്ടൂല. നിങ്ങളുടെ ജീവിതശൈലി നിങ്ങൾ തന്നെ മാനേജ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അസുഖം കംപ്ലീറ്റ്ലി മാറാൻ പറ്റുള്ളൂ. മെഡിസിൻസ് എപ്പോഴും എന്ത് ചെയ്യാണ്, സപ്പോർട്ടീവാണ്. മെഡിസിൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വരികയും ചെയ്യും. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മുടെ ഭക്ഷണശീലങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ
മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ചാൽ തന്നെ എന്ത് ചെയ്യും, കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് നല്ല രീതിയിൽ നമുക്ക് റിവേഴ്സിബിൾ ആണ് ഫാറ്റി ലിവർ ഉള്ളതും, അതിൽ യാതൊരു സംശയം ആർക്കും വേണ്ടതില്ല. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇനി ഉണ്ട്, ഫാറ്റി ലിവർ ഉള്ള ആളുകളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സംശയമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും ഇതാണോ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതലൊക്കെ അറിയാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. താങ്ക് യു.